തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ UDF-നൊപ്പം പോകണമെന്ന് 90% പ്രവർത്തകരും നേതാക്കളും ആഗ്രഹിച്ചൊരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ ഇല്ലാതായിരിക്കുന്നൊരു പാർട്ടിയായി മാണി കോൺഗ്രസ് മാറിയിരിക്കുന്നു. ഇത് അധികാരമോഹികൾക്ക് കേരളം നൽകിയ ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ്. ആകെ 12 സീറ്റുകളിൽ മത്സരിച്ചിട്ട് ഒരു സീറ്റ് പോലും കിട്ടിയില്ല. പാർട്ടി ചെയർമാനും പാർട്ടിയുടെ മന്ത്രിയും എല്ലാം പരാജയപ്പെട്ടു. ആകെ ഉണ്ടായിരുന്ന 5-ൽ 5 MLA-മാരും തോറ്റു തൊപ്പിയിട്ടു. ഇത് റോഷി അഗസ്റ്റിൻ എന്ന മന്ത്രിയുടെ പിടിവാശി കാരണമെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ ഇപ്പോൾ തമ്മിലടി തുടങ്ങിയിരിക്കുന്നു. ജോസ് കെ മാണിക്ക് അന്ന് തന്നെ അപകടം മണത്തതാണ്. അദ്ദേഹം UDF-ലേക്ക് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിയതുമാണ്. ഇടതുമുന്നണി നടത്തുന്ന യാത്രയുടെ ജാഥ ക്യാപ്റ്റനായിരുന്നിട്ട് പോലും ഇടതുമുന്നണി യോഗത്തിൽ പങ്കെടുക്കാത്ത ജോസ് കെ മാണി ജനുവരിയിൽ മാറി നിന്നത് തന്നെ UDF-ലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായിരുന്നു. പക്ഷേ അഴിമതിയുടെ കൈകൾ, ശുദ്ധമില്ലാതിരുന്ന കൈകൾ റോഷി അഗസ്റ്റിനെ തീരുമാനമെടുക്കാൻ ഭയപ്പെടുത്തി. അന്ന് കോട്ടയം ജില്ലയിൽ നിന്നുണ്ടായ മന്ത്രിയായിരുന്ന വാസവൻ റോഷി അഗസ്റ്റിനെ ചില പേപ്പറുകൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി. ചില കടലാസുകൾ തൻ്റെ കയ്യിലുണ്ടെന്നും UDF-ലേക്ക് ചേക്കേറിയാൽ പാർട്ടിയെ തന്നെ ഇല്ലാതാക്കുമെന്നുള്ളൊരു ഭീഷണി വാസവൻ്റെ ഭാഗത്തു നിന്ന് വന്നതുകൊണ്ടാണ് ആദ്യം റോഷി അഗസ്റ്റിനും പിന്നീട് ജോസ് കെ മാണിയും മയപ്പെട്ടു വന്നത്. ഇപ്പോഴിതാ ആ പാർട്ടി തന്നെ ഇല്ലാതായിരിക്കുകയാണ്. ഇത് റോഷി അഗസ്റ്റിനെ കുറ്റപ്പെടുത്താനും അദ്ദേഹത്തെ ഒഴിവാക്കാനുമുള്ള ഒരു കാരണമായി മാറിയിരിക്കുകയാണ്. മെല്ലെ മെല്ലെ എല്ലാവരും UDF-ലേക്ക് ചേക്കേറുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗം രാജിവെച്ചിരിക്കുന്നു. പിന്നാലെ രാജികൾ കൂടുതലുണ്ടാകുമെന്ന ഭയം കേരള കോൺഗ്രസിനെ പിടികൂടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയാണ് ഇപ്പോൾ കേരള കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി വന്നിരിക്കുന്നത്. ജോസ് കെ മാണിയുടെ തോൽവിയെ തുടർന്നുണ്ടായ തർക്കത്തിനൊടുവിൽ ഇപ്പോഴിതാ സംസ്ഥാന കമ്മിറ്റി അംഗം ജോണി ഏറത്താണ് രാജിവെച്ചത്. മുന്നണി മാറാത്തതിൽ നേതാക്കളിലും അണികളിലും ഭിന്നതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തവണ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലും കോട്ടയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമെല്ലാം മാണി ഗ്രൂപ്പിൻ്റെ പ്രവർത്തകർ പൂർണ്ണമായും UDF-ലേക്ക് പോകുന്നൊരു അവസ്ഥയാണ് കണ്ടത്. എന്നിട്ടും ഇത് മനസ്സിലാക്കാത്ത നേതാക്കൾ വീണ്ടും പിണറായി വിജയൻ്റെ അഴിമതി ഭരണത്തിന് ഒപ്പം നിന്ന് അതിനോശാന പാടുന്നൊരവസ്ഥയാണ് കണ്ടത്. അതുകൊണ്ട് പൂർണ്ണമായും അണികൾ തിരസ്കരിക്കുന്നൊരു പാർട്ടിയായി ജോസ് കെ മാണിയുടെ പാർട്ടി മാറി. പക്ഷേ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം അദ്ദേഹത്തിൻ്റെ മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. ഇനി ഒറ്റ വഴിയേ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. റോഷി അഗസ്റ്റിൻ എന്ന തൻ്റെ സഹപ്രവർത്തകനെ ഇതിൽ നിന്നും ഒഴിവാക്കി UDF-ലേക്ക് മെല്ലെ മെല്ലെ ചേക്കേറാം എന്നുള്ള വഴി മാത്രമാണ്. റോഷി അഗസ്റ്റിൻ വന്നാലും ഇല്ലെങ്കിലും ജോസ് കെ മാണി UDF-ലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. പക്ഷേ ജോസ് കെ മാണിയെ അംഗീകരിക്കാൻ UDF-കാർ തയ്യാറാകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. എങ്കിലും ജോസ് കെ മാണിയും പ്രവർത്തകരും UDF-ലേക്ക് ചേക്കേറുന്ന ഒരു നാളുകൾക്കാണ് ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. റോഷി അഗസ്റ്റിനെ മാത്രം വിശ്വസിച്ച് LDF-ൽ നിന്നതുകൊണ്ട് ഇപ്പോൾ വലിയ തോൽവി ഉണ്ടായിരിക്കുന്നതും അതുപോലെ തന്നെ പാർട്ടി ഇല്ലാതായി മാറുന്നതും ജോസ് കെ മാണിക്ക് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപകടമാണ്. ഇനി മാസങ്ങൾ കഴിഞ്ഞാൽ കയ്യിലുള്ള MP സ്ഥാനവും പോയാൽ ജോസ് കെ മാണി കേരളത്തിൽ എടുക്കാച്ചരക്കായി മാറുകയും ആ പാർട്ടി തന്നെ ഇല്ലാതായി പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നീക്കങ്ങളെങ്കിലും അല്പം ബുദ്ധി ഉപയോഗിച്ച് ചെയ്യണമെന്നുള്ളത് ജോസ് കെ മാണി തീരുമാനിച്ചിരിക്കുന്നു. എങ്കിലും ഇതിന് UDF-ൽ നിന്നുള്ള പച്ചക്കൊടി കിട്ടുമോ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയേണ്ടത്.